വീട്ടുവളപ്പിലുണ്ടല്ലോ ഏറ്റവും ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം കീടങ്ങളും രോഗങ്ങളും കുറഞ്ഞ അതുപോലെ തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നന്നായിട്ട് ഉൽപ്പാദനം തരുന്ന ഒരു വിളയാണ് അമരപ്പയർ. അപ്പോൾ അതിൽ തന്നെ പടർന്നു വളരുന്നവയുണ്ട്, കുറ്റിയിനങ്ങളുണ്ട്. പടർന്നു വളരുന്നവ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ അനുസരിച്ചിട്ട് വേണം നടാൻ. അതേസമയം കുറ്റി അമരയാണെങ്കിൽ ഏത് സമയത്തും നടാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറ്റി അമരക്കാണെങ്കിൽ പന്തലിൻ്റെ ആവശ്യമില്ല. അപ്പം എളുപ്പം നോക്കിക്കഴിഞ്ഞാൽ അതും കുറ്റി അമര തന്നെയാണ് ഏറ്റവും നല്ലത്. കുറ്റി അമരയിൽ ഏറ്റവും നല്ലത് അർക്ക ജെയ്യും അർക്ക വിജയുമാണ്. ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ഇനങ്ങൾ വാങ്ങിക്കാനും കിട്ടും. അതിൻ്റെ വിത്ത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ച് നടാനും പറ്റും. ഈ സമയത്ത് നട്ടാലുള്ള ഗുണം എന്താ അറിയോ? സാധാരണ മഴക്കാലത്ത് നമുക്ക് പച്ചക്കറി കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം കുറ്റി അമരക്കില്ല. ഏത് സമയത്ത് നമുക്ക് നടാം. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ വാരങ്ങളെടുത്ത് നടുന്നതാണ് നല്ലത്. ഇനി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ചാലുകളെടുത്ത് നടാം. 2 വരികൾ തമ്മിൽ 2 അടി അകലം കൊടുക്കണം. വിത്തുകൾ കഴിയുന്നതും സൂഡോമോണാസ് ലായനിൽ മുക്കി വെച്ച് നടുന്നതായിരിക്കും നല്ലത്. ഇനി സൂഡോമോണാസ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് വലിയ രോഗങ്ങളൊന്നും വരാത്ത ഇനങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നട്ടാലും മതി. ഒരു 12 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നടാം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് 50 ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കുന്നതാണ് നല്ലത്. മണ്ണിലാണ് നടുന്നതെങ്കിൽ 1 സെൻറ്റിലേക്ക് 2.5 കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം മതിയാവും. ഇനി അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം 1 സെൻറ്റിലേക്ക് 60 കിലോഗ്രാം പൊടിഞ്ഞ കാലിവളം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം വിത്ത് പാകുന്നതാണ് നല്ലത്. വെള്ളത്തോട് ഭയങ്കര അഫിനിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് സ്ഥിരമായിട്ട് നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മഴക്കാലത്തേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നനയുടെ ആവശ്യമില്ല. ഇനീഷ്യൽ സ്റ്റേജിന് മാത്രമേ ഈ മെയ് അവസാനം വരെ ഒന്ന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് വളർന്നു തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 10 ഗ്രാം യൂറിയയും 10 ഗ്രാം പൊട്ടാഷും ഓരോ 10 ദിവസത്തിലൊരിക്കൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം കിട്ടും. അപ്പോൾ മഴക്കാലം ആവുകയാണ്. നമ്മൾക്ക് കിട്ടുന്ന പച്ചക്കറിയുടെ അളവ് വളരെ കുറഞ്ഞു പോവാതിരിക്കാൻ കൂട്ടുപിടിക്കേണ്ട ആൾ തന്നെയാണ് അമര.